പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള കുറുക്കുവഴി എന്ന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരമ്പരയിലെ ഒന്നാമത്തെ എപ്പിസോഡിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ കാണിച്ചു തന്ന ശിശുതുല്യമായ സ്നേഹത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും കുറുക്കുവഴിയെക്കുറിച്ചും ദൈവമഹത്വത്തിനും ദൈവരാജ്യവ്യാപ്തിക്കുമായി എളിയവർക്ക് നിസ്വാർത്ഥമായ സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ജീവിതയാത്രയിൽ കാവൽ മാലാഖമാരുടെ പ്രാധാന്യത്തെയും അവരോട് നമുക്കുണ്ടാകേണ്ട സമീപനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കാവൽ മാലാഖമാരുടെ പങ്കിനെക്കുറിച്ച് വിശുദ്ധ കത്തോലിക്ക സഭ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാവൽ മാലാഖമാരെക്കുറിച്ച് പറയുന്ന 2 ആധികാരികമായ തിരുവചന ഭാഗങ്ങളാണ് കാവൽ മാലാഖമാരുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിന് ആധാരമായി നിൽക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം എളിയവരെ നിന്ദിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അവരുടെ കാവൽ മാലാഖമാർ അത് ദൈവ തിരുമുൻപിൽ നമുക്കെതിരായി അറിയിക്കും. അപ്പോൾ നമ്മുടെ കാവൽ മാലാഖമാർ ലജ്ജിക്കാനിടയാകും. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ പാപികളുടെ പോലും നാശത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല. പാപികൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയണം. നമുക്ക് അവരോടുണ്ടാകേണ്ട സമീപനം എപ്പോഴും ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഭാവമായിരിക്കണം. പാപികളെപ്പോലും നാം കുറ്റപ്പെടുത്തി പഴിചാരി തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാതെ അവരെ കുറ്റപ്പെടുത്തുകയും പഴിചാരി തള്ളിക്കളയുകയും ചെയ്താൽ അവരുടെ കാവൽ മാലാഖമാർ നമുക്കെതിരെ ദൈവ തിരുമുൻപിൽ ബോധിപ്പിക്കും, നമ്മെ കുറ്റപ്പെടുത്തും. അപ്പോൾ നമ്മുടെ കാവൽ മാലാഖമാർ ലജ്ജിക്കാനിടയാകും. എന്നാൽ അതേസമയം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ അവരുടെ കാവൽ മാലാഖമാർ നമ്മെ പ്രതി ദൈവത്തോട് നന്ദി പറയും. നമ്മുടെ കാവൽ മാലാഖമാർ സന്തോഷിക്കാൻ അഭിമാനിക്കാൻ ഇടയാകും. നമ്മുടെ കർത്താവ് 99നെയും വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടിപ്പോകുന്നവനാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് സ്വർഗസ്ഥനായ പിതാവ് നമുക്കായി കാവൽ മാലാഖമാരെ നിയോഗിച്ചു തന്നിട്ടുള്ളത്. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കൾ എന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാവൽ മാലാഖമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മെ സംരക്ഷിക്കാനും സുരക്ഷിതരായി കാത്തു പരിപാലിച്ച് രക്ഷയുടെ പാതയിലൂടെ നയിക്കാനുമായി ദൈവം നിയോഗിച്ചിരിക്കുന്ന സേവകാത്മാക്കളാണ് കാവൽ മാലാഖമാർ. കാണാതെ പോയ ആടിൻ്റെ ഉപമ എടുത്തു പറഞ്ഞുകൊണ്ട് എളിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ. ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച്
വഴിതെറ്റിപ്പോകാത്ത 99-നെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ കാണാതെ പോയതിനെ തേടിയെത്തുന്ന നല്ലിടയൻ്റെ മാതൃക നമുക്കും സ്വന്തമാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ കാവൽ മാലാഖമാർ ദൈവസന്നിധിയിൽ സന്തോഷിക്കാനിടയാകും. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗീയ അനുഗ്രഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് വളർന്ന് നിത്യരക്ഷ പ്രാപിക്കുക എന്നതല്ലേ? അങ്ങനെയെങ്കിൽ നാം രക്ഷയുടെ അവകാശികളായി തീരാൻ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട സേവകാത്മാക്കളായ കാവൽ മാലാഖമാരോട് നമുക്കുണ്ടാകേണ്ട സമീപനം എന്തായിരിക്കണം? നാം അവരോട് നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും അവരുടെ സഹായം തേടുന്നവരുമായിരിക്കണം. കാവൽ മാലാഖമാരോട് ഉത്തമ സ്നേഹിതരോടെന്ന പോലെ അടുപ്പം പുലർത്തുകയും വേണം. പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ കാവൽ മാലാഖ നമ്മെ എപ്പോഴും സഹായിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ സുരക്ഷിതരായി നമ്മെ കൈപിടിച്ച് നയിക്കാൻ എപ്പോഴും കാവൽ മാലാഖ കൂടെ ഉണ്ടാകും. നാം നമ്മുടെ കാവൽ മാലാഖമാരുടെ സഹായം വിലമതിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ പ്രതി ലജ്ജിക്കാൻ ഇടവരുമോ എന്ന് ചിന്തിക്കാറുണ്ടോ നാം? കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്ന ശീലം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ പ്രതി ലജ്ജിക്കാൻ ഇടവരുത്താതിരിക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ജീവിത വിജയത്തിനും സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കുറുക്കു വഴികളിൽ ഒന്നാണ് കാവൽ മാലാഖമാരുടെ സഹായം. അത് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കാം. അനേകർക്ക് ഈ അറിവും പ്രചോദനങ്ങളും പകർന്നു നൽകുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യാം. സർവശക്തൻ അതിനായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.